ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാലിയുടെ ദേഷ്യം ഒന്ന് തണുക്കാൻ വേണ്ടി അതുകുട്ടിച്ചാൻ സംസാരം അല്പം നേരത്തേക്ക് നിർത്തിവെച്ചു. അയാൾ കസേരയിൽ സ്റ്റാൻലിക്ക് അഭിമുഖമായി ഇരുന്നിട്ട് ഒരു ഗ്ലാസ് എടുത്ത് സ്റ്റാൻലിയുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. സ്റ്റാൻലി അതുകുട്ടിച്ചായനെ സൂക്ഷിച്ചു നോക്കി. എന്ത് ധൈര്യത്തിലായത്? നീ ഒരെണ്ണം ഒഴി. നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? എനിക്ക് ചിന്നമ്മയെ പേടിയാണെന്നോ? തരിമ്പ് പോലുമില്ല. സ്റ്റാൻലി അതുകുട്ടിച്ചായൻ്റെ ഗ്ലാസ്സിലേക്ക് വിസ്കി ഒഴിച്ചു കൊടുത്തു. വെള്ളം ചേർക്കൽ അതുകുട്ടിച്ചായൻ തന്നെ നടത്തി. സ്വതസിദ്ധമായ ശൈലിയിൽ ഒറ്റ പിടിത്തത്തിന് ഗ്ലാസ് കാലിയാക്കുകയും ചെയ്തു. അപ്പച്ചൻ എൻ്റെ അടുത്ത് സന്ധി സംഭാഷണത്തിന് വന്നതാണെങ്കിൽ അതിന് കുഴപ്പമില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം, സന്ധി സംഭാഷണം നടത്താൻ നീ പാകിസ്ഥാൻ പട്ടാള മേധാവിയോ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഒന്നുമല്ലല്ലോ. നിന്നോട് ഞാൻ ഇതുവരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുമില്ല, അതുകുട്ടിച്ചായൻ ഒഴിഞ്ഞ മട്ടിൽ പറഞ്ഞു. ഇവിടെ ഒരിത്തിരി യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, അതിൽ ഇടപെടരുതെന്നാ പറഞ്ഞത്. എനിക്ക് മധ്യസ്ഥരെ ഇഷ്ടമല്ല. ഞാൻ അവൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നതാണെന്ന് കരുതിയോ? എൻ്റെ പട്ടി വരും. ഇക്കാര്യത്തിൽ ഞാൻ അവളുടെ ശത്രുവാ, അതുകുട്ടിച്ചാൻ പറഞ്ഞു. പക്ഷെ വാശിക്കു നിന്നേക്കാൾ ഒട്ടും പുറകിലില്ല അവളെന്ന് തോന്നുന്നു. നിൻ്റെയല്ലേ മോള്? അപ്പച്ചൻ പറഞ്ഞേക്ക്, പട്ടിണി കിടന്ന് ആരോഗ്യം കളയണ്ടാന്ന്, കൂട്ടിക്കൊണ്ടു വരണ്ടാന്ന്. ഇതുപോലത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് നീ ഓർക്കണമായിരുന്നു. വരും വരാഴികളെക്കുറിച്ച് നീ നല്ലപോലെ ആലോചിച്ചല്ലേ? ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? അവളെ തിരിച്ചു കൊണ്ടുപോയി വിടുക. അവളുടെ അമ്മയുടെ വീട്ടുകാരുടെ അടുത്ത് തന്നെ നോക്കട്ടെ. അവർക്കല്ലേ നമ്മളെക്കാൾ ഉത്തരവാദിത്തം. അത് പറഞ്ഞിട്ട് അതുകുട്ടിച്ചാൻ ഇടം കണ്ണിട്ട് മകനെ നോക്കി. അങ്ങനെ ആരുടെയും ഔദാര്യത്തിന് പങ്കുപറ്റേണ്ട ആവശ്യമൊന്നും എൻ്റെ മോൾക്കില്ല, സ്റ്റാൻലി സന്നിഗ്ധമായി പറഞ്ഞു. പക്ഷേ അവൾക്കൊരവകാശമുണ്ടല്ലോ. എന്തവകാശം? കൈക്കുഞ്ഞായിരുന്ന സമയത്ത് അവർ ഉപേക്ഷിച്ചതുകൊണ്ടാണല്ലോ എൻ്റെ മോൾക്ക് 23 വർഷം ഓർഫനേജിൽ കഴിയേണ്ടി വന്നത്. അതോർത്താൽ എനിക്ക് അവരോടുള്ള വൈരാഗ്യം ഈ ജന്മത്ത് തീരില്ല. ബ്ലഡി സ്കൗണ്ടേഴ്സ്. പക്ഷേ അവരാണ് നിന്റെ മോളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത്. അവരല്ല ബാലചന്ദ്രമേനോൻ. അയാൾ ഒരു മാന്യനായതുകൊണ്ട് എനിക്ക് എൻ്റെ മോളെ കിട്ടി. മോളുടെ മേൽ എനിക്ക് മാത്രമേ ഉള്ളൂ അവകാശം. അത് തെളിയിക്കാനും എനിക്ക് പറ്റും. എന്നുവെച്ച് അവൾ എന്ത് തോന്നിവാസം കാണിച്ചാലും നമ്മളത് സഹിക്കണോ ലാലിച്ച? സംരക്ഷിക്കാനുള്ള അവകാശം നിനക്കുണ്ടെങ്കിൽ ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള അവകാശവും നിനക്കുണ്ട്. അത് ശരിയാ. എന്നാൽ നീ അവളോട് പറ, അവളുടെ ഉപവാസം നിർത്തിക്കോളാൻ. ഇവിടെ ഈ വക തോന്നിയാസം ഒന്നും നടപ്പില്ലാന്ന്. പക്ഷെ നമ്മൾ കൂടുതൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അവൾ ഇവിടുന്ന് പോയിക്കളഞ്ഞെങ്കിലോ? അവൾക്ക് എന്നോടൊരു ആത്മബന്ധമൊന്നുമില്ലല്ലോ. കണ്ടുമുട്ടിയുടനെ കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ച് പോട്ടെന്ന് വെക്കണം. നിനക്ക് അവളോടും അത്ര വലിയൊരു ആത്മബന്ധമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഇങ്ങോട്ടുള്ള പോലെ മതിയല്ലോ അങ്ങോട്ടും. രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പച്ച. മക്കൾക്ക് അപ്പനോട് സ്നേഹമുണ്ടാകണമെങ്കിൽ അപ്പൻ മക്കളെ സ്നേഹിക്കണം. എന്നാൽ മക്കൾ അപ്പനെ സ്നേഹിച്ചില്ലെങ്കിലും അപ്പന് മക്കളോട് സ്നേഹമുണ്ടാകും. പക്ഷെ ഇത് നീ വിട്ടുകൊടുക്കരുത്. അങ്ങനൊരു പിടിവാശി കൊള്ളില്ലല്ലോ ആർക്കും, പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക്. അപ്പച്ചൻ വാസ്തവത്തിൽ എന്നെ കാണാനാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇന്നലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരാൻ എന്താ കാരണം? ചിന്നമ്മയോട് കൂട്ടുകൂടാൻ വേണ്ടിയല്ലേ? എന്തിനാ പിന്നെ ഈ അഭിനയം? ഞാൻ വന്നത് നിനക്കൊരു പിന്തുണയ്ക്ക് വേണ്ടിയാ. അതറിയാവോ? നീ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ. കപട ദേഷ്യത്തിൽ അതുകുട്ടിച്ചാൻ പറഞ്ഞു. എനിക്കെന്തിനാ അപ്പച്ചൻ്റെ പിന്തുണ ലാലിച്ച? എല്ലാവരും എല്ലാം അറിഞ്ഞു. റീത്താമ്മ അഞ്ചലിൽ ചെന്നിട്ട് അവളുടെ കുടുംബക്കാരെയെല്ലാം വിളിച്ചുകൂട്ടി അലീനയുടെ കാര്യം ചർച്ച ചെയ്തു. ഇവിടെ ആറ്റം ബോംബ് ഇടാൻ പോലും അവർ ആലോചിക്കുന്നുണ്ട്. അതുകൂടാതെ അവർ നമ്മുടെ കൂട്ടക്കാരെയെല്ലാം വിളിച്ച് വിവരം പറഞ്ഞു. ആൽബിയും റോബിയും കൂടി എന്നെ തിന്നാൻ വന്നു. ഞാൻ നിനക്ക് വളം വെച്ച് തന്നത്രേ. ഔസേപ്പച്ചൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ അട്ടഹാസം കേൾക്കേണ്ടി വന്നില്ല. എന്തിനാ അവന്മാർ അപ്പച്ചൻ്റെ മീതെ കുതിര കയറുന്നത്? അവന്മാരോട് ഇങ്ങോട്ട് വരാൻ പറ. എന്നോട് ചോദിക്കട്ടെ, ഞാൻ മറുപടി പറയാം. ഞാനത് അവന്മാരോട് പറഞ്ഞു. വീട്ടിൽ അവന്മാർ വലിയ പുലിയാ. പക്ഷേ തിണ്ണമിടക്ക് കാണിക്കാനല്ലാതെ വല്ലതിനും കൊള്ളുപോകും. അതുപോട്ടെ, അപ്പച്ചൻ വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല. അതല്ലേ പറഞ്ഞുകൊണ്ട് വരുന്നേ. എല്ലാവരും കൂടി ഇങ്ങോട്ട് ഇരിച്ചു കയറി വന്നാൽ നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നിനക്കൊരു പിൻബലം വേണ്ടേ? വേണ്ട, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. അതുകുട്ടിച്ചായൻ എഴുന്നേറ്റു. 2 ചുവട് നടന്നിട്ട് അയാൾ തിരിഞ്ഞു നിന്ന് ചോദിച്ചു, അവളോട് ഞാനെന്താ പറയേണ്ടത്? എന്തു പറയാൻ? അപ്പച്ചനൊന്നും പറയണ്ട, ഇടങ്കോലിടാതിരുന്നാൽ മതി. അതുകുട്ടിച്ചായൻ അലീനയെ സമീപിച്ചു. രക്ഷയില്ല മോളെ. എന്തു പറ്റി? കേണൽ സാബ് അമ്പലും വില്ലിലും എടുക്കുന്നില്ല. എന്നോട് ഭയങ്കര ദേഷ്യ. ഞാൻ അവനെ എരികേറ്റി നോക്കി. നിന്നെപ്പോലൊരു അഹങ്കാരി പെണ്ണിനെ ഇവിടെ വെച്ചോണ്ടിരിക്കരുതെന്ന്. എന്നിട്ട് അവൻ പിടിതരുന്നില്ല. ഞാൻ നിന്റെ കക്ഷിയാണെന്ന് അവന് മനസ്സിലായല്ലോ. എന്നാൽ പിന്നെ ഇവിടുന്ന് പറഞ്ഞേക്കൂ. അതെന്തായാലുമില്ല. പക്ഷേ ഈ ഉപവാസം തുടരണോ മോളെ? ശരീരത്തിന് കേടല്ലേ? എൻ്റെ ശരീരം അല്പം കേടായാലും കുഴപ്പമില്ല. ഒരാളുടെ മനസ്സിൻ്റെ കേടു നീക്കാൻ വേണ്ടിയല്ലേ. ഇതൊന്നും അവൻ കേൾക്കരുത്. ഒരു കാര്യം എനിക്ക് ഉറപ്പായി. പപ്പയും പപ്പയുടെ കുടുംബാംഗങ്ങളും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്.
വല്യപ്പച്ചന് വല്ലതും അറിയാവോ? എനിക്കൊന്നും അറിയത്തില്ല. പപ്പയുടെ ഭാര്യ എന്താ ഇങ്ങോട്ട് വരാത്തത്? അവൾ ഭയങ്കര ഭക്തിക്കാരിയാ. എപ്പോഴും ദാനവും പ്രാർത്ഥനയുമായി നടക്കും. ഈ ആഴ്ച തിരുവല്ലയിലാണെങ്കിൽ അടുത്തയാഴ്ച ഭരണങ്ങാനത്ത്, അതിൻ്റെ അടുത്തയാഴ്ചയോ. അപ്പോൾ കുട്ടികളുടെ കാര്യം ആര് നോക്കും? അതിന് റീത്താമ്മയുണ്ടല്ലോ. അവൾക്ക് വേറെ പണിയൊന്നുമില്ല. അവർ 2 കൂട്ടുകാരും അടുത്തടുത്താ താമസം. ഒരൊറ്റ വളപ്പിലാ 2 വീടും. രണ്ടിനും കൂടി മതിലും ഗേറ്റും ഒരെണ്ണമേ ഉള്ളൂ. പപ്പയുടെ വൈഫിൻ്റെ പേരെന്താ? എൽസമ്മ. അവരെന്തിനാ അവിടെ പോയി താമസിക്കുന്നേ? ഇവിടെ അല്ലായിരുന്നോ താമസിക്കേണ്ടത്? റീത്താമ്മയുടെ അടുത്ത് തന്നെ താമസിക്കണമെന്ന് എൽസമ്മയ്ക്ക് വലിയ നിർബന്ധമായിരുന്നു. അങ്ങനെ അവൾ അവിടെ താമസം തുടങ്ങിയത്. ലാലിച്ചൻ അക്കാലത്ത് മിലിറ്ററിയിലാണ്. എൽസമ്മയുടെ കുടുംബക്കാരെല്ലാം അഞ്ചലിൽ തന്നെയാണ് താമസം. അവിടെ വീട് വെച്ച് താമസിച്ച സ്വന്തക്കാരുടെ ഒരു നോട്ടം സഹായവും കിട്ടുമല്ലോ എന്ന് എല്ലാവരും കരുതി. പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യവും നോക്കി. മിലിറ്ററിയിലായിരുന്നപ്പോൾ പപ്പയ്ക്ക് ക്വാർട്ടേഴ്സ് കിട്ടില്ലായിരുന്നു കുടുംബസമേതം താമസിക്കാൻ. ആദ്യകാലത്ത് അവൻ എൽസമ്മയെ കൊണ്ടുപോയതാ. മൂത്തവള് സ്കൂളിൽ പോകാറായപ്പോൾ അവൾ ഇങ്ങോട്ട് പോന്നു. ഇവിടെ പഠിപ്പിക്കാൻ സൗകര്യമെന്നും പറഞ്ഞു. അത് മാത്രമാണോ കാരണം? ആർക്കറിയാം. ലാലിച്ചനും എൽസമ്മയും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൽസമ്മയ്ക്ക് റീത്താമ്മ പറയുന്നതായിരുന്നു വേദവാക്യം. അവരുടെ സ്വഭാവം എങ്ങനെയാ? പപ്പയുമായിട്ട് വഴക്കിടുമായിരുന്നോ എപ്പോഴും? വഴക്കൊന്നുമില്ല. എന്നാലും അവളുടെ വീട്ടുകാരുടെ സഹായം പിന്തുണയും മതി അവൾക്ക്. അവളുടെ പരിഭവവും എല്ലാം സ്വന്തം വീട്ടുകാരോടാണ് പറയുന്നത്. അവർക്കാണെങ്കിൽ ലാലിച്ചനെ തീരെ പിടുത്തമല്ല. മക്കളെയെല്ലാം എൽസമ്മയുടെ കൂടെയല്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് സ്വന്തം അപ്പനേക്കാൾ വലുത് എൽസമ്മയുടെ വീട്ടുകാരാണ്. അതെങ്ങനെയായിപ്പോയി. ഈ റീത്താമ്മ ചേച്ചിക്ക് ഭർത്താവും മക്കളുമില്ലേ? റീത്താമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി. മക്കളുണ്ട്. പപ്പ എന്തുകൊണ്ട് അഞ്ജലിയിലെ വീട്ടിൽ പോയി താമസിക്കാത്തത്? അവന് തോട്ടം നോക്കണ്ടേ? മാത്രവുമല്ല അവൻ എൽസമ്മയുടെ വീട്ടുകാരുമായിട്ട് ഒട്ടും പൊരുത്തപ്പെടാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പപ്പ എന്തുകൊണ്ടാണ് ഭാര്യയും മക്കളെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാത്തത്? കുട്ടികൾക്ക് ഇവിടുന്ന് അഞ്ചലിലോ പുനലൂരോ പോയി പഠിക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ബോർഡിങ്ങിൽ താമസിപ്പിച്ചൂടെ? അത് ഞാൻ പറഞ്ഞില്ലേ. ഇവിടുന്ന് വന്നു താമസിക്കാൻ എൽസമ്മയ്ക്കും കുട്ടികൾക്കും ഇഷ്ടമില്ല. അവർക്ക് പുളിക്കൽ തറവാട്ടുകാരോടാ കൂറ്. ലാലിച്ചൻ അത് ഒട്ടും വകവെച്ചു കൊടുക്കില്ല. പപ്പ പറഞ്ഞാൽ അനുസരിക്കില്ലേ? അങ്ങനെ അനുസരിപ്പിച്ചിട്ട് എന്താ കാര്യം? ഉള്ളുകൊണ്ട് ഒരടുപ്പം വേണ്ടേ? അതില്ലല്ലോ. അവർക്ക് സ്വന്തം വീട്ടുകാരോടൊപ്പം താമസിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് അവൻ കരുതി. ആ ബന്ധമൊക്കെ അങ്ങനെ തണുത്തു മരവിച്ചു പോയി. ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പപ്പയ്ക്ക് ആ മക്കളോടൊന്നും സ്നേഹമില്ലേ? അവൻ്റെ സ്വഭാവം നിനക്ക് മനസ്സിലായില്ലേ മോളെ? ഇങ്ങനെ അവൻ സ്നേഹിക്കുന്നേ. വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കും, പഠിപ്പിക്കും, അവർക്ക് ആവശ്യമുള്ള പൈസയും കൊടുക്കും. അവരത് എങ്ങനെ ചിലവാക്കുന്നു എന്ന് പോലും അവൻ അന്വേഷിക്കില്ല. ഇങ്ങോട്ട് ഉണ്ടല്ലേ അങ്ങോട്ടുള്ളൂ. എൽസമ്മയും റീത്താമ്മയും അവരുടെ ചർച്ചക്കാരും എല്ലാം ചേർന്ന് ആ കുട്ടികളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ലാലിച്ചനൊരു ദുഷ്ടനും ക്രൂരനും സ്നേഹമില്ലാത്തവനുമാണെന്നൊക്കെയാണ്. ഇനി അതൊന്നും ആരും നോക്കിയാലും തിരുത്താനും പറ്റില്ല. ആ കുട്ടികൾ എങ്ങനെയുണ്ട് വല്യപ്പച്ച? മിടുക്കരാണോ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, അമ്മ വീട്ടുകാരോടാ കൂറ്. മൂത്തവൾ കോളേജിലാണ്, രണ്ടാമത്തവൾ സ്കൂളിൽ. അവൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? എന്തോ മാനസികമാ. പഠിക്കാനും പുറകോട്ടാ. ചിലപ്പോൾ ആരോടും മിണ്ടത്തില്ല. ചില സമയത്ത് ചിരിയും കളിയും കൂടുതലാണ്. അതിനെന്തോ ചികിത്സയൊക്കെ റീത്താമ്മ ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. പിന്നുള്ളത് ഒരു മോനാ. അവനും പഠിക്കുക. രണ്ടാമത്തെ കുട്ടിയുടെ പേരെന്താ? ടെൽസ. പപ്പയ്ക്ക് ആ കുട്ടിയെ ചികിത്സിക്കുന്നതിലൊന്നും താല്പര്യമില്ലേ? സ്വന്തം മോളല്ലേ എന്നെപ്പോലെ. ഉള്ളത് പറയാലോ മോളെ. ഭാര്യയും മക്കളുമെല്ലാം അവൻ്റെ പിടിവിട്ടു പോയി. വടംവലി നടത്താനൊന്നും അവന് താല്പര്യമില്ല. പിടിച്ചോ കിട്ടുന്നില്ലെങ്കിൽ അങ്ങ് വിട്ടേക്കും, അത്ര തന്നെ. ഭാര്യയും മക്കളും വേണോ അതോ മനസ്സമാധാനം വേണോ എന്നൊരവസ്ഥ വന്നപ്പോൾ അവൻ രണ്ടാമത്തേത് തിരഞ്ഞെടുത്തു. മനുഷ്യന് മനസ്സമാധാനമല്ലേ വലുത്? എന്നാലും മറുവശത്ത് സ്വന്തം മക്കളല്ലേ വല്യപ്പച്ച. മക്കളായാലും മരങ്ങളായാലും ഒരു വശത്തോട്ട് ചാഞ്ഞു വളർന്നു പോയാൽ പിന്നെ പിടിച്ചു നേരെയാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ 2 സ്ഥലത്തായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ലാലിച്ച മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞു പോന്നേ പിന്നെ ഇവിടെ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ പപ്പയ്ക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഉണ്ടായിരിക്കും. അവൻ നോക്കുമ്പോൾ തമ്മിൽ ഭേദം ഇതായിരിക്കും. ഇങ്ങനെയാണോ വല്യപ്പച്ച ഒരാൾ ജീവിക്കേണ്ടത്? എപ്പോഴും കള്ളും കുടിച്ച് ചുരുട്ടും വലിച്ച് കുറേ പട്ടികളെയും താലോലിച്ച് അവറ്റകൾ തിരിഞ്ഞു നിന്ന് കുരയ്ക്കുകയും കടിക്കുകയും ചെയ്യത്തില്ലല്ലോ എന്നാവൻ പറയുന്നേ. ഒരു കണക്കിന് ശരിയല്ലേ? നിങ്ങളെല്ലാവരും കൂടി നോക്കിയാൽ ഇതൊന്നും പരിഹരിക്കാൻ പറ്റില്ലായിരുന്നോ? വല്യപ്പച്ചൻ ഇത്രയും കാര്യവിവരമുള്ളയാളല്ലേ? ലാലിച്ചൻ്റെ ഒരു കാര്യത്തിലും ഇടപെടരുതെന്ന അവൻ്റെ കൽപ്പന. ആരെങ്കിലും ഉപദേശിക്കാൻ ചെല്ലുന്നത് അവനിഷ്ടമില്ല. റീത്താമ്മയെ അവന് കണ്ണെടുത്താൽ കണ്ടൂടാ. എന്നാൽ എനിക്കും അവരെ ഇഷ്ടപ്പെട്ടില്ല. അവരെന്തിനാ പപ്പയുടെ ഭാര്യയെ പിടിച്ചു വച്ചിരിക്കുന്നത്? അനുജത്തിയുടെ ഭർത്താവും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടായാലും ശരി, അവരെ വേർപിരിക്കാൻ കൂട്ടുനിൽക്കുകയാണോ ആ സ്ത്രീ ചെയ്യേണ്ടത്? അവരെന്തിനാ പപ്പയുടെ ഭാര്യയും മക്കളുമാരുടെ കാര്യത്തിൽ തലയിടുന്നത്?
അവർ നോക്കുമ്പോൾ ലാലിച്ചിന് 100 കുറ്റങ്ങളാണ്. മദ്യപാനമാണ്, പുകവലിയാണ്, തന്നിഷ്ടക്കാരനാണ്, ഭാര്യയോടും മക്കളോടും സ്നേഹമില്ലാത്തവനാണ്. ഒരൊറ്റ നല്ല വാക്ക് പോലും ലാലിച്ചിനെ പറ്റി അവരുടെ വായിന്ന് വീണ് കേട്ടിട്ടില്ല. അങ്ങനെ സ്നേഹമില്ലാത്ത ഒരാളാണെങ്കിൽ എന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമോ? അതും അവൻ്റെ ദുഷ്ടതരമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കരുതിയിരിക്കുന്നത്. ഈ മനുഷ്യരെല്ലാം എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നേ? ഞാൻ എന്നൊരു മനുഷ്യജീവി ഉണ്ടായിപ്പോയില്ലേ, അതും ഒരു 10-24 വർഷം മുമ്പ്. അതിനുശേഷം എന്തെല്ലാം മാറ്റങ്ങൾ ലോകത്തുണ്ടായി. ഞാനൊരു പ്രതിമയാണെങ്കിൽ തല്ലി പൊട്ടിച്ച് കളയാം. ബ്ലാക്ക് ബോർഡിൽ വരച്ച പടമാണെങ്കിൽ ഡസ്റ്റർ ഉപയോഗിച്ച് മായ്ച്ചു കളയാം. ഇതങ്ങനെയല്ലല്ലോ. എന്നെ അങ്ങ് കൊന്നു കളഞ്ഞാലും 24 വർഷം മുമ്പ് ഞാൻ ജനിക്കാൻ കാരണമായ സംഭവങ്ങളോ ഇല്ലാതാക്കാൻ പറ്റുമോ? പിന്നെ എന്തിനാ ഈ വെറുപ്പും വൈരാഗ്യവും? അലീന വികാരാതീതമായി പറഞ്ഞു. എൻ്റെ പപ്പയുടെ മക്കളെ പ്രസവിച്ച ആ സ്ത്രീ എന്നെ മോളെന്ന് വിളിച്ചാൽ മതി. ഞാൻ ആ മടിയിൽ ചെന്ന് വീഴുമല്ലോ. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാ വെറുപ്പും ദേഷ്യം അലിഞ്ഞു പോകുമല്ലോ. അതിനുള്ള മനസ്സൊന്നും ആർക്കുമില്ല മോളെ. ഈ പറയുന്ന എനിക്കുമില്ല. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പല മനുഷ്യരാ. ചെകുത്താനുണ്ട്, മാലാഖയുണ്ട്, പണക്കൊതിക്കാരനുണ്ട്, പെൺകൊതിയനുണ്ട്, അഹങ്കാരിയുണ്ട്, തനിഷ്ടക്കാരനുണ്ട്, നീചനുണ്ട്, ക്രൂരനുണ്ട്, കൊലപാതകിയുണ്ട്. ഇതിലേതാണോ തീറ്റയും വെള്ളവും കൂടുതൽ കൊടുക്കുന്നത് അതങ്ങ് മുൻപേ വളർന്ന് പന്തലിച്ച് ബാക്കിയുള്ളതൊക്കെ ഗ്രഹണി പിടിച്ച പോലെ മുരടിച്ചു പോകും. എന്തായാലും ഞാൻ എൻ്റെ സമരം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല വല്യപ്പച്ച. ഇതൊരു അടുക്കള ഭരണത്തിന് വേണ്ടിയല്ല. പപ്പ ഇങ്ങനെ ഒരു ചിതൽപ്പുറ്റ് പോലെ ഇരിക്കുമല്ലേ. ആരോടും അടുക്കുകയില്ല, ആരെയും അടുപ്പിക്കുകയില്ല. ഒരരികിൽ നിന്നും മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് പപ്പയുടെ തനി രൂപം ഒന്ന് പുറത്തെടുക്കണ്ടേ? എവിടെയെങ്കിലും ഒരു കുഞ്ഞു വാതിൽ തുറന്നു കിട്ടിയാൽ മതി. ഞാൻ അതുവഴി കയറിക്കോളാം. നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല, അല്ലെന്ന് എനിക്കറിയാം. എന്നാലും ശ്രമിച്ചു നോക്കട്ടെ. എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നാൽ എന്തോ ഒരു സന്തോഷമാണ് വല്യപ്പച്ച. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മക്കൾക്ക് അപ്പൻ്റെ വില അറിയില്ല, അപ്പന് മക്കളുടെ വില അറിയില്ല, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വില അറിയില്ല. ഇതൊക്കെ കൺമുമ്പിൽ ഉള്ളതുകൊണ്ടാണ് അറിയാത്തത്. ഇതൊന്നും ഇല്ലാതിരിക്കുന്നവളാണ് ഞാൻ. എനിക്കറിയാം അതിൻ്റെ വില. അലീന 2 നിമിഷം എന്തോ ഓർത്തിരുന്നു. അവൾ പെട്ടെന്ന് കൈവെള്ളയിൽ നെറ്റി താങ്ങി തല കുനിച്ചിരുന്നു. ഔതുക്കുട്ടിച്ചാൻ താങ്ങാനാകാത്ത ഹൃദയഭേദത്തോടെ എഴുന്നേറ്റു. അവളുടെ മുഖത്ത് നോക്കാനുള്ള കരുത്തില്ല. അയാൾ മുറിവിട്ട് ഇടനാഴിയിലൂടെ ഇറങ്ങി. ചുവടുകൾ നിലത്തുറയ്ക്കുന്നില്ലെന്ന് അയാൾക്ക് തോന്നി. ഒരു കൈ ചുമരിൽ പിടിച്ചു, 2 കൈ വ്യാഴവട്ടക്കാലത്തിന് അപ്പുറത്തു നിന്നും ഔതുക്കുട്ടിച്ചാൻ തന്നെ വാക്കുകൾ വീണ്ടും കേട്ടു. കൊണ്ടുപോയി കൊല്ലുകയോ വളർത്തുകയോ ഉപേക്ഷിക്കുകയോ എന്തെന്ന് വെച്ചാൽ ചെയ്തു. ഞങ്ങൾക്കൊന്നും വേണ്ട. ഔതുക്കുട്ടിച്ചാൻ കിതപ്പോടെ ചുമരിലേക്ക് ചാരി നിന്നു. വാഷ് ബേസിനിൽ കൈ കഴുകി തുടച്ചിട്ട് സ്റ്റാൻലി അത്താഴമേശയ്ക്കരികെ ഇടം പിടിച്ചു. ഔതുക്കുട്ടിച്ചാൻ കൈ കഴുകാതെ വന്നിരുന്നു. പൗലോസ് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഔതുക്കുട്ടിച്ചാൻ പറഞ്ഞു, എനിക്ക് വേണ്ട. അപ്പച്ചൻ കഴിക്കുന്നില്ലേ? സ്റ്റാൻലിയുടെ നെറ്റി ചുളിഞ്ഞു. ഞാനും ഉപവാസത്തിലാണ്. ഓഹോ, അവളുടെ കൂടെ കക്ഷി ചേർന്ന് അപ്പച്ചനും കൂടി എന്നെ വെല്ലുവിളിക്കുകയാണോ? നിന്നെ വെല്ലുവിളിക്കാൻ എൻ്റെ തലയ്ക്കെന്താ വട്ടുണ്ടോ? പിന്നെ ഉപവാസം എന്ന് പറഞ്ഞത്? ഈ ഉപവാസം എന്നൊക്കെ പറഞ്ഞാൽ വെറും പുല്ലാണെന്ന് തെളിയിച്ചു കൊടുക്കേണ്ടേ ലാലിച്ച? എന്നെപ്പോലെ ഇത്രയും പ്രായം ചെന്ന ഒരാൾക്ക് നിരാഹാരം ഇരിക്കാൻ പറ്റുമെങ്കിൽ അവളുടെ നിരാഹാരത്തിന് എന്താ വില? അപ്പോൾ അലീന നിരാഹാര സമരയിരിക്കുമ്പോഴെല്ലാം അപ്പച്ചന് നിരാഹാരമായിരിക്കും. പുഷ്പം പോലെ ഇരിക്കും. എനിക്ക് അപ്പച്ചൻ്റെ തീരുമാനത്തിൽ സംശയമുണ്ട്. സംശയിക്കേണ്ട യാതൊരാവശ്യമില്ല. ഉപവാസത്തിൻ്റെ സുഖം ഒരിത്തിരി മാത്രം അനുഭവിച്ചാൽ പോരല്ലോ. നമുക്കെന്താ, കഴിക്കൂ. നടക്കട്ടെ, സ്റ്റാൻലി കടുപ്പിച്ചു പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അലീന ഔതുക്കുട്ടിച്ചാന് ഡൈനിങ് ടേബിളിൽ സന്നിധരായി. ഭക്ഷണമേശയിൽ ധാരാളം വിഭവങ്ങളുണ്ടായിരുന്നിട്ടും അലീന ഒരു ദോശയും അല്പം ചമ്മന്തിയും മാത്രമേ എടുത്തുള്ളൂ. വയറ് നിറച്ച് കഴിക്കുമോളെ, ഇന്നലെ മുഴുവൻ പട്ടിണി കിടന്നല്ലേ? ഔതുക്കുട്ടിച്ചാൻ നിർബന്ധിച്ചു. ഇന്നോളം ഉപവസിക്കേണ്ടതല്ലേ അപ്പച്ച? ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഔതുക്കുട്ടിച്ചായൻ പറഞ്ഞു. ആദ്യ ദിവസമായതുകൊണ്ടാണ്. ശീലമായി കഴിഞ്ഞാൽ ക്ഷീണമൊക്കെ മാറിക്കോളും. സ്റ്റാൻലി ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന മട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചു. അടുത്ത ദിവസം വീണ്ടും അലീന ഉപവാസം അനുഷ്ഠിച്ചു. അവളോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് ഉച്ചവരെ ഔതുക്കുട്ടിച്ചാനെ ഉപവസിച്ചു. ഉച്ചഭക്ഷണത്തിന് സ്റ്റാൻലിയോടൊപ്പം ഔതുക്കുട്ടിച്ചനായും ഉണ്ടായിരുന്നു. ഉദ്ദേശിച്ച പോലെ അത്ര സുഖമല്ല കേട്ടോ ലാലിച്ച ഈ ഉപവാസം. വയറ് കാഞ്ഞിട്ട് ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ. അവൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നോ ആവും. സ്റ്റാൻലി ഒന്നും മിണ്ടിയില്ല. നീ അവളെ തിരിച്ചു കൊണ്ടുപോയി വിട്ടേക്ക് ലാലിച്ച. മര്യാദയ്ക്ക് വല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കട്ടെ. 23 കൊല്ലം അനാഥാലയത്തിൽ പട്ടിണി കിടന്ന് ഇവിടെ വന്നപ്പോൾ അതിനേക്കാൾ പട്ടിണി. നമ്മൾ എന്തിനാ ആ പാപമെല്ലാം കൂടി ചുമക്കുന്നേ? നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ചാണോ നിരാഹാരം ഇരിക്കാൻ? സ്റ്റാൻലി അസ്വസ്ഥനായി. അവളുടെ സ്വഭാവം മനസ്സിലായല്ലോ. നീയുമായിട്ട് ഒത്തുപോകാൻ ബുദ്ധിമുട്ടാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ പുനലൂർക്ക് കൊണ്ടുപോയിക്കോളാം. അതിൻ്റെ ആവശ്യമില്ല.
ഈ 3 ദിവസത്തിനിടയ്ക്ക് ഒരു ദിവസം മാത്രമേ അവൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ എന്നോർക്കണം. മുഖത്തോട്ട് നോക്കിയാലറിയാം അതിൻ്റെ വാട്ടം. കണ്ണെല്ലാം കുഴിഞ്ഞ് കവിളൊട്ടി വിളറി വെളുത്ത് 3 ദിവസം കൊണ്ട് കോലം കെട്ടുപോയി. അപ്പച്ചനൊരു കാര്യം ചെയ്യ്, ചോറിൻ്റെ വേഗം സ്ഥലം വിടാൻ നോക്ക്. പുനലൂർ ചെന്നാൽ ഇഷ്ടം പോലെ പണികളുണ്ടാകുമല്ലോ. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. സ്റ്റാൻലി ക്ഷുഭിതനായി. പിന്നെ നിന്റെ ചോറ് തിന്നാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. പോടാവൂവേ. അത് കുട്ടിച്ചാൻ പ്ലേറ്റ് തള്ളി നീക്കി എഴുന്നേറ്റു. നീ എന്നാ വലിയ കേണലായത്? എൻ്റെ മടി കിടന്ന് അപ്പിയിടുകയും മൂത്രമൊഴിക്കുകയും ചെയ്തിട്ടുള്ളവനല്ലേ നീ? ഡൈനിങ് റൂം വിട്ടിറങ്ങുന്നതിന് മുൻപ് അയാൾ ഇത്രയും കൂടി പറഞ്ഞു. ഈ നിമിഷം മുതൽ ഞാനും ചിന്നമ്മ ഒറ്റക്കെട്ട. ഞങ്ങളെ തോൽപ്പിക്കാമെങ്കിൽ നീ തോൽപ്പിക്കുക, കാണട്ടെ. വൈകുന്നേരം സ്റ്റാൻലി മദ്യപിച്ചുകൊണ്ട് മുറിക്കുള്ളിലേക്ക് ഇരിക്കുമ്പോൾ അലീന പ്രാക്കൂട്ടിനരികിലേക്ക് പോകുന്നത് ജനാലയിലൂടെ കണ്ടു. അയാൾ എഴുന്നേറ്റു ജനലരികെ ചെന്ന് നോക്കി. അലീന പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നു. നായ്ക്കളിൽ ചിലത് അവളുടെ പുറകെയുണ്ട്. ലോണിൽ അവൾ നായ്ക്കളോടൊപ്പം അല്പനേരം കഴിഞ്ഞു. അവളുടെ ചലനങ്ങൾ പതിവ് പോലെയല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ആകെ ഒരു മന്ദത കാണുന്നുണ്ട്. ക്ഷീണിതയാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. അലീന നീളൻ വരാന്തയിൽ വന്നിരുന്നു. തൂണിലേക്ക് ചാരി കാലും നീട്ടി തളർന്നുള്ള ഇരിപ്പ്. രാത്രി അത്താഴത്തിന് മുമ്പ് സ്റ്റാൻലി അലീനയുടെ മുറിയിൽ ചെന്ന് അവളെ വിളിച്ചു. അലീന, എഴുന്നേറ്റ് വരൂ. മൂടി പൊതിച്ച് കിടക്കുകയായിരുന്ന അലീന എഴുന്നേറ്റു. സ്റ്റാൻലി ഡൈനിങ് റൂമിലേക്ക് പോയി. പിന്നാലെ അലീനയും. അങ്ങോട്ടിരിക്കുക. സ്റ്റാൻലി കസേര ചൂണ്ടിക്കാട്ടി. അലീന ഇരുന്നു. അവതക്കുട്ടിച്ചായനും എത്തി. സ്റ്റാൻലി പൗലോസിനെ വിളിച്ചു പറഞ്ഞു. പൗലോസ് ഒരു കാസറോളുമായി ഊണുമേശയിലേക്ക് എടുത്തു വന്നു. പൗലോസെ, അയാളുടെ പേര് വിളിച്ചിട്ട് സ്റ്റാൻലി അലീനയുടെ നേർക്ക് ചൂണ്ടി. ഈ ഇരിക്കുന്നത് എൻ്റെ മകളാണ്. ഇനി മുതൽ നീ ഇവൾ പറയുന്നത് പോലെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇന്ന് ഭക്ഷണം ഉണ്ടാക്കേണ്ട എന്ന് ഇവൾ പറഞ്ഞാൽ വേണ്ട. സദ്യ വയ്ക്കണം എന്ന് പറഞ്ഞാൽ വയ്ക്കണം. ഒരു കാര്യത്തിനും എൻ്റെ അടുത്ത് പരാതിയും പറഞ്ഞുകൊണ്ട് വരരുത്. അതായത് നിന്റെ മുമ്പിൽ 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ എൻ്റെ മോള് പറയുന്നത് പോലെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഇട്ടിട്ട് പോവുക. എന്ത് വേണമെന്ന് തീരുമാനിച്ചു? പൗലോസ് എഴുതി കർത്തവ്യവിധമുടനായി നിന്നു. അവതക്കുട്ടിച്ചായന് അത് നന്നേ ബോധിച്ചു. നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയടാ പൗലോസേ. മുതലാളി, ഞാൻ ഇത്രയും നാളും ഒരു കുഴപ്പവും കാണിക്കാതെ സമ്മതിച്ചു. നീ നന്നായിട്ട് ജോലി ചെയ്തു. ഇനി അങ്ങോട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആലോചിക്കണം. നാളെ രാവിലെ വരെ നിനക്ക് സമയമുണ്ട്. പോയിക്കോ. പൗലോസ് തിരികെ അടുക്കളയിലേക്ക് പോയി. സ്റ്റാൻലി അലീനയെ നോക്കി. നിനക്ക് തൃപ്തിയായില്ലേ? അലീനയുടെ മിഴികളിൽ നനവ് പടർന്നു. താങ്ക് യു പപ്പ. സ്റ്റാൻലി ഒരു പ്ലേറ്റ് എടുത്ത് അവളുടെ മുന്നിലേക്ക് വെച്ചു. അതിലേക്ക് ചപ്പാത്തിയും ചോറും കറികളും കോരിയിട്ടു. ഇനി നിനക്ക് സമരം അവസാനിപ്പിക്കാം. അലീന എഴുന്നേറ്റ് സ്റ്റാൻലി ഇരിക്കുന്നിടത്ത് ചെന്ന് അയാളുടെ ഇടത് കൈത്തണ്ടം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. പപ്പ സോറി. എന്തിന്? സ്റ്റാൻലി ഗൗരവം വിടാതെ നെറ്റി ചുളിച്ചു നോക്കി. പപ്പയ്ക്കെതിരെ സമരം ചെയ്തതിന്. അപ്പോൾ സമരം തന്നെയായിരുന്നു അല്ലേ? സോറി. ഇറ്റ്സ് റൈറ്റ്. പോയിരുന്ന് കഴിക്ക്. പപ്പ എനിക്ക് എന്തെങ്കിലും എടുത്ത് തന്നിട്ട് വേണം ഉപവാസം അവസാനിപ്പിക്കാൻ. സ്റ്റാൻലി ഫോർക്കെടുത്ത് അതുപയോഗിച്ച് ഓംലെറ്റിൻ്റെ ഒരു പീസ് കോരിയെടുത്ത് അവളുടെ നേർക്ക് നീട്ടി. അലീന ഫോർക്കിൽ പിടിച്ച് വാങ്ങി പ്ലേറ്റിൽ വെച്ചു. കൈകൊണ്ടെടുത്ത് താ പപ്പ. ഒരപ്പൻ മകൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് തരുന്നതല്ലേ? സ്റ്റാൻലിക്ക് അല്പം കുറച്ചിൽ തോന്നിയെങ്കിലും അയാൾ അനുസരിച്ചുകൊണ്ട് ഓംലെറ്റിൻ്റെ കഷ്ണം എടുത്ത് അവളുടെ നേർക്ക് നീട്ടി. അലീന കൈ പിടിച്ച് തൻ്റെ മുഖത്തിന് നേർക്ക് കൊണ്ടുവന്നു. അയാളുടെ വിരൽക്കിടയിൽ നിന്ന് മെല്ലെ കടിച്ചെടുത്തു. അതുപോലൊരു ഭക്ഷണം അവൾക്ക് കൈകൊണ്ടെടുത്ത് സ്റ്റാൻലിയുടെ വായ്ക്ക് നേരെ നീട്ടി. പപ്പയുടെ മോള് ആദ്യമായിട്ട് തരുന്നതല്ലേ? അയാൾ ഒരു കുഞ്ഞിനെ പോലെ വാ തുറന്നു. താൻ ചെറുതായി പോയെന്ന് സ്റ്റാൻലിക്ക് തോന്നി. അലീന അയാളുടെ ഇടതുകരം കവിളിലോട് ചേർത്ത് കൈവെള്ളയിൽ മൃദുവായി ഉമ്മ വെച്ചു. താങ്ക് യു പപ്പ, അവൾ നെറുമിഴികളോടെ മന്ത്രിച്ചു. സ്റ്റാൻലി ജാളിതയിൽ കുതിർന്ന് ഇരുന്നു പോയി. എങ്കിലും ഇതുവരെ അറിയാത്ത അനുഭവിക്കാത്ത ഒരു സ്നേഹത്തിൻ്റെ സ്പർശനവും സുഗന്ധവും അയാൾക്ക് അനുഭവപ്പെട്ടു. അവതക്കുട്ടിച്ചായൻ നിർവചനീയമായ ഒരാനന്ദത്തോടെ എല്ലാം കണ്ടുകൊണ്ട് ഊണുമേശയ്ക്കരികെ നിന്നു.